ലൈൻ പദ്ധതി ഉപേക്ഷിക്കാൻ വി.ഡി. സതീശൻ സർക്കാർ. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടാകും. ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷനും റദ്ദാക്കും. പദ്ധതിക്കായി നാട്ടിയ മഞ്ഞക്കുറ്റികൾ മാറ്റാനും നിർദ്ദേശം നൽകും. ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ് വിശദാംശങ്ങളുമായി വി.എസ്. അനു തിരുവനന്തപുരത്ത് നിന്നും ചേർന്നു. അനു, ഗുഡ് മോർണിംഗ്. ഈ ഒന്നാമത്തെ മന്ത്രിസഭാ യോഗം പൂർണ്ണാർത്ഥത്തിൽ ചേരുന്ന ഇന്നത്തെ യോഗത്തിൽ തന്നെ നിർണായക തീരുമാനങ്ങൾ വരുന്നു. അതും കഴിഞ്ഞ സർക്കാരിൻ്റെയൊക്കെ കാലത്തായി ഏറ്റവും വിവാദമായ ഈ പ്രതിപക്ഷത്തിരുന്ന ആളുകൾ മഞ്ഞക്കുറ്റികൾ സ്ഥാപിക്കുകയും അത് പിഴുതെറിയുകയും ഒക്കെ ചെയ്ത വലിയൊരു സംഭവം സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നു. ഗുഡ് മോർണിംഗ് സേതു. ഏതായിരുന്നാലും രണ്ടാമത്തെ മന്ത്രിസഭാ യോഗം വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ യോഗം ചേരുമ്പോഴാണ് ഈ കേരളത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും അധികം വിവാദമായ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ഈ സിൽവർ ലൈൻ കേരളയിൽ പദ്ധതി സംബന്ധിച്ച കാര്യം വിശദമായി പരിശോധിക്കും. പദ്ധതി ഉപേക്ഷിക്കാനാണ് സർക്കാർ ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാകും അന്തിമ തീരുമാനം ഉണ്ടാവുക. മാത്രമല്ല, ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ പിൻവലിക്കുക, റദ്ദാക്കുക, അതുകൂടാതെ ഈ പലയിടങ്ങളിലും നാട്ടിയ മഞ്ഞ കുറ്റികൾ അത് നീക്കം ചെയ്യുക എന്ന ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസവും മന്ത്രിസഭാ യോഗം ചേർന്ന് ചില നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് കേരളത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും അധികം ഒരുപക്ഷെ ലോ ആൻഡ് ഓർഡർ ക്രമസമാധാന പ്രശ്നം പോലും ആയി മാറിയ കേരളയിൽ വിരുദ്ധ സമരങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഭാഗം അന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് ആ കേരളയിൽ വിരുദ്ധ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ കേരളയിൽ വിരുദ്ധ സമിതി നേതാക്കളെ കണ്ട് യു.ഡി.എഫ് സർക്കാർ വന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്മാറുമെന്ന് അന്ന് വാക്ക് പറഞ്ഞതാണ്. അത് പൂർത്തിയാക്കുകയാണ് ഇന്നത്തെ ക്യാബിനറ്റിൽ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോവുക, റദ്ദാക്കുക എന്ന തീരുമാനത്തിലേക്കായിരിക്കും ക്യാബിനറ്റ് ഇന്ന് എത്തുക. ശരിയാണ്. ശരി, വി.എസ്. അനു ആണ് വിവരങ്ങൾ നൽകിയത്.